ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റൽ വ്ളോഗ്. ഹോസ്പിറ്റലിൽ ഫുൾ ടൈം ഒന്നുമില്ല. അപ്പോൾ ദാണ്ട് ഇപ്പോൾ എത്ര മണിയായി? 10:05. 9:30 അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. ഈ അമ്മ ലേറ്റ് ആക്കി. എങ്ങോട്ടെങ്കിലും ഒക്കെ ഇടടെ ഒന്ന്. അപ്പം ബിഷപ്പ് ബെൻസീർ ഹോസ്പിറ്റലിലാണ് എടുത്തേക്കുന്നത്. വലിയ അസുഖമൊന്നുമില്ല. സ്കിൻ ഡോക്ടറിനെ കാണിക്കാൻ. സ്കിന്നിന് അലർജിയും സംഭവങ്ങളും. എൻ്റെ മുഖത്ത് ഇടയ്ക്ക് ഭയങ്കര ചൊറിച്ചില് സംഭവം. അത് എന്തിൻ്റെ അലർജിയാണെന്ന് അറിയത്തില്ല. അപ്പം അതൊക്കെ കാണിക്കണം. ഒതുക്ക് എന്ത് വണ്ടി മുമ്പിൽ കൊണ്ട് ഇട്ടിട്ട് മാറ്റാതിട്ടേക്കുന്നത് ഇറക്കത്ത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇറങ്ങിയതേ ഉള്ളു, കരിക്കോടായതേ ഉള്ളു. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ളത്, നാളെ അപ്പോണ്ണൻ പോവാണ് ഗൈസ്. 28-ാം തീയതിയാണ് അപ്പോണ്ണൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വല്യച്ഛൻ വിളിക്കുന്നത്, വല്യച്ഛനാ ബുക്ക് ചെയ്തത്. ഞങ്ങൾ വെച്ചാൽ അപ്പോണ്ണൻ ഇപ്പോഴേ ഒന്നും പോകത്തില്ലായിരിക്കുന്നു, പക്ഷെ പെട്ടെന്ന് പോയി. അന്ന് പോവാൻ തന്നെ പിന്നെ അതെന്തോ ഇതായി. ഇപ്പൊ അതാണ് നാളെ പോന്ന്. സങ്കടമുണ്ട്. എല്ലാരും പോവുക ഞങ്ങളെ വീട്ടിൽ നിന്ന്. എല്ലാരും പോട്ട് പിന്നെ അവരവരുടെ ജീവിതം നോക്കണ്ടേ. അപ്പോണ്ണം പോകുന്നതിന് ഇപ്പൊ മീനാക്ഷി കല്യാണം കഴിഞ്ഞാൽ അങ്ങ് UK പോകും. പിന്നെ ഇവിടെ ഉള്ള ഞാനും അമ്മും പിച്ചോണനും അച്ചോണനും നമുക്ക് പോവാം ഗൈസ്. പാലം കയറും നോക്കിയാലേ. കൊച്ചുമോളെ വിളിക്കാൻ വന്നപ്പോ ആ 3 പേര് നടന്നു വരുന്നു. എന്റെ ദൈവമേ, കൊണ്ട് വന്ന് നിക്കുന്നടേ നിങ്ങളെ വീടിന്റെ ഫ്രണ്ടില്. 11 മണിന്നല്ല, നമ്മള് 10:10 വിളിച്ചിട്ട് വിളിച്ച് പറഞ്ഞിട്ടാ നിങ്ങൾ വാ, ഞാൻ ഇപ്പൊ ഇറങ്ങും. ഇവരെ കൊണ്ട് വേണം പോവാൻ ഗൈസ്. ബെൻസീർ ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ അവിടുന്ന് ഇവിടം വരെ വണ്ടിയിലെ ഗ്ലാസ് തുറന്നിട്ടുണ്ടാ വന്നത്. ഇടിച്ചുണ്ടല്ലേ. വണ്ടി പാർക്ക് ചെയ്ത് നിങ്ങൾ കാണിക്കുന്നുണ്ടോ സ്കിൻ ഡോക്ടറിനെ? അടയാളത്തിനൊക്കെ കാണിക്കുന്നത്. ഞാൻ ഈ കുഴിപ്പിനെ കാണിക്കാനാണ്, മൂക്കിനകത്തൊക്കെ. ബെൻസീർ ഹോസ്പിറ്റൽ. അന്ന് നമ്മൾ അമ്മീനെ മറ്റേ ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ ആയിരുന്നു കിടത്തിയിരുന്ന. കൊച്ചു ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ. അത്യാഹിത വിഭാഗം. മലയാളത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. സോറി. 2 പുൽക്കൂടൊക്കെ വെച്ചേക്കുന്നത്. അപ്പം അതാണ്ട് നമ്മൾ വന്ന് നിന്ന് 8ാമത്തെ ടോക്കൺ ആയിരുന്നു ഗൈസ് എനിക്ക്. പക്ഷേ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അവർ ഇനിയുള്ള ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ വിളിക്കത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറിനെ കാണിക്കാൻ കയറി. അപ്പം നമ്മൾ ഡോക്ടറിനെ കാണിച്ച് ഇപ്പോൾ ഫാർമസിയിലോട്ട് മരുന്നെടുക്കാൻ പോകും. കറങ്ങി ഫാർമസി തപ്പു കുറച്ച് നേരമായിട്ട്. അങ്ങനെ നമ്മൾ മരുന്നൊക്കെ എടുത്ത് ഇതേപോലെ കൊണ്ട് പൂട്ടി വെക്കണമെന്ന് മരുന്ന്. നമ്മളിനി എങ്ങോട്ടാ പോന്ന? വീട്ടിലോട്ടാണോ? സംഗീത വീട്ടിലോട്ട് പോവാന്നോ? ആരെ വീട്ടിൽ? വണ്ടി ഞങ്ങളെ വീട്ടിലാന്നല്ലേ, വരുന്നില്ലേ? ശരി, ഞങ്ങൾ പോവാ. അപ്പൊ നമുക്കിനി കൊച്ചുവിനെ ഇങ്ങനെ എടുത്തോണ്ട് പോവാം. ബാഗ് എടുത്താ മതി. നമ്മളിനി കൊച്ചുവിനെ കൊണ്ട് അല്ല, കൊച്ചുമോളെ അങ്ങോട്ട് ആശ്രമത്തോട്ട് കൊണ്ടുപോവാൻ. ഇയാള് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനല്ലേ? ഞങ്ങളെ വീട്ടിലും ഉണ്ട് കട്ടില്. വാ. ഞങ്ങള് കാറിൽ കയറിയപ്പോ അമ്മ ഞങ്ങളടുത്ത് ചോദിച്ച് കുടിക്കാൻ എന്തെങ്കിലും വേണം. അപ്പൊ കൊച്ചുമോള് പറഞ്ഞു, ഇത്രയും പൈസ ചെലവായില്ലേ, ഇനി എന്തിനാ ചെലവാക്കുന്ന? മരുന്നും എല്ലാം കൂടെ പൈസയായി. ഇപ്പൊ പറയുക വേണമെങ്കിൽ ചില്ലൗട്ടിൽ പോയി കുടിക്കാം, അവിടെ പൈസ ചെലവില്ലെന്ന്. അവരെ കടയിൽ പൈസ ചെല്ലും. പിന്നെ നിങ്ങളുടെ പെട്ടിയിലല്ലേ, ഞങ്ങളുടെ പെട്ടിയിലല്ലേ.
നിനക്ക് സന്തോഷിച്ചൂടെ? അയ്യോ കൊച്ചുമോക്ക് 10 രൂപ കിട്ടി എന്നുള്ളത്. കൊച്ചുമോക്കല്ലല്ലോ, നിങ്ങളെ ഭർത്താവിനല്ലേ കിട്ടിയാലും എനിക്കുള്ള ഇല്ലേ? വല്യച്ഛൻ. പക്ഷെ എനിക്ക് അന്നൊരത്ത് ഞാൻ കടച്ചു നിന്നപ്പോ 2 ജ്യൂസ് ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. കുഴപ്പമില്ല, ചില സമയം നല്ല മനസ്സായിരിക്കും. ഇവര് ഭാര്യയും ഭർത്താവ് ഫുള്ള് ബിസിനസ് മൈൻഡഡ് ആൾക്കാരാ. നിനക്ക് നല്ല രീതിയിൽ വെള്ളം ചേർക്കാതെ തരാന്ന് വെച്ചാ അവിടെ പോയി കുടിക്കാൻ പറഞ്ഞു. അതിപ്പോ എനിക്ക് വെള്ളം ചേർക്കാതെ വീട്ടിലുണ്ടാക്കി വെച്ചാ മതി. ഈ പൈസക്ക് മേടിച്ചു വെച്ചാ ഉണ്ടാക്കാം വീട്ടില്, അല്ലേ അമ്മ? ആ പൈസക്ക് മേടിച്ചു വെച്ചാ വീട്ടിൽ എല്ലാവർക്കും കുടിക്കാം. നല്ല ജ്യൂസ് അടിച്ചു കൊടുക്കുക കൊച്ചുമോക്ക്. ഞാൻ അടിക്കും ജ്യൂസ് സൂപ്പർ ആയിട്ട്. വേണമെങ്കിൽ ഞാൻ ഒരു കട ഇടാല്ലേ. ഞാൻ ചുമ്മാ എന്തേലും ഉണ്ടാക്കിയാലും അത് കുടിക്കാൻ ടേസ്റ്റാ, അല്ലേ അമ്മ? ഞാനേ ചുമ്മാ പാലും വെള്ളമൊക്കെ ചേർത്താലും നല്ലയാ. എന്തായാലും നമ്മള് ചില്ലോട്ട് വരെ പോട്ടെ, അവര് കാല് പിടിച്ചോണ്ട് നമുക്ക് പോവാ. 10 രൂപ കൊടുക്കാം അങ്ങ്. ഇനിയിപ്പോ കൊടുക്കാം മാറി 2 എടുത്ത ഒരു മാമനെ നാരഞ്ഞോണ്ട് അമ്മ വണ്ടിന്ന് പറയുന്നത് നാടാന്ന്. ഓ, നമ്മൾ എന്തായാലും ഇനിയിപ്പോ ചില്ലോട്ടി പോവാ. അവർക്കൊരു 100 രൂപ കിട്ടുന്ന കിട്ടിട്ട് നമ്മളെന്തിനാ വെറുതെ. എല്ലാം നമ്മുടെ കല്യാണം ആകുമ്പോ നമ്മളിങ്ങ് മേടിക്കും ഈ കൊടുത്ത എല്ലാം. അങ്ങനെ നമ്മൾ ചില്ലൗട്ടിൽ ജ്യൂസ് കുടിക്കാൻ വന്ന് സംഗീത അണ്ണനുമായിട്ട് പിണക്കമായോണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. മൈലാളി മൈലാളി. ഇപ്പൊ ജ്യൂസുകാരൻ ജ്യൂസ് അടിക്കുന്ന ആള് മാറി. ഞങ്ങളുടെ മൊയിലാളി പിണക്കാന്നോടെ നിങ്ങൾ രണ്ടുപേരും? പിണക്കാന്നോന്ന്? എനിക്ക് ഒരു കരിക്കിൻ ഷേക്കും ഒരു സർബത്തും ഇട്. പാൽ സർബത്ത്. നമുക്ക് സംഗീതയെ വിളിച്ചിറക്കാം. ഇതോ വിളിക്കുന്നു. വാ ഇങ്ങോട്ട്. സാധനം പറഞ്ഞെന്ന് ഇറങ്ങി വാ. മുന്തിരിക്കൊടം. വാ ഇങ്ങോട്ട് വാ. ഇല്ല, വിളിക്കുന്നെന്ന്. ഇറങ്ങി വരാന്. അണ്ണന് പിണക്കമൊന്നും ഇല്ലെന്ന്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. അയ്യേ, എന്തൊരു പിള്ളാരിത്. വയസ്സായിട്ട് പിണക്കമെന്ന്. ഞാൻ പിണക്കമാണമ്മ. ഇവിടെ നിൽക്കുന്ന പയ്യൻ പള്ളിയിൽ പോയോണ്ട് രാജീവനാണ് എന്റെ ഇവിടുത്തെ. രാജീവനാണ് ഇവിടെ. ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ ഇരുന്നത്. വലിയ മുന്തിരി കൂടെ ഉണ്ടാക്കുന്ന കണ്ടോ ഗൈസ്? പിണക്കാന്ന് പറഞ്ഞ ആളിതാ വന്നു. നിങ്ങളെ മമ്മി എന്തോടെ പിണക്കം? നിങ്ങളെ മമ്മി വല്യച്ഛൻ പറയുന്നത് കൊച്ചുമോക്ക് വട്ടാണെന്നാണോ? എന്തുവായിരുന്നു? പാവ അങ്ങ് പേടിച്ചു പോയി ദേഷിച്ചപ്പം. പാവ. ഞങ്ങള് പോവാ. സുരേ പോട്ടെ. ഇവരുടെ ലഞ്ച് ബിരിയാണിയാ. ഞങ്ങൾ നല്ല വീട്ടിൽ നല്ല അടിപൊളി ചോറുണ്ടാവുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ആ മരം കണ്ടോ? ഞങ്ങൾ പോവാണ് ഗായ്സ് വീട്ടിൽ. വണ്ടി വരങ്ങ് പൊള്ളി.
ഞാൻ 2 ഇഡലി ആയിരുന്നു തിന്ന്. ഓ നിങ്ങൾ 2 എണ്ണെങ്കിലും തിന്നില്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അറിയാവോ. പക്ഷെ വിശക്കുന്നില്ല ഇന്നത്തെ ദിവസം, ഒന്നും കഴിച്ചില്ല. വീട്ടിൽ ഫുഡും പഴമായോണ്ട് ഞാൻ കഴിച്ചില്ല. പക്ഷെ എനിക്ക് വിശക്കുന്നില്ല അമ്മ. ഇങ്ങനെ തിന്ന് ചെന്നൊരു ജ്യൂസും കള്ളസോഡ എല്ലാം അടിച്ചു കുടിക്കുമ്പോ അത് മതി. മതി. 2 പേരുതാ. പൊന്നെ പൊന്നെ എന്താ വേണം? ലൂക്കായെ എന്തോ പൊന്നാരി എന്തോ വേണം? അകത്ത് വരണോ? അകത്ത് വരണോ? അകത്ത് വരണോ? ദാ വരുന്നു ദാ വരുന്നു. അയ്യോ അയ്യോ അയ്യോ, നീ വാ, ഓടി വാ. ഇങ്ങ് പോരെ, തടവട്ട്. ഞങ്ങൾ പൊട്ടൊക്കെ വെച്ച് സുന്ദരി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വെയിലായിരുന്നേ ചവിട്ടും ഞാനിങ്ങനെ വന്ന. ലൂക്കായെ എന്തിങ്ങ വാ, എന്തിയേ? നമ്മൾ ചോറ് കഴിക്കാനിരുന്നു. ഇപ്പം ഇവിടെ ഒരു കട തുടങ്ങിയതിന് ശേഷം നമ്മളെ വീട്ടിലായിരുന്നു. ഇങ്ങനെ എല്ലാം വെച്ചിട്ടാ വന്ന്. എന്നാലും ദിവസത്തെ ഉച്ചക്കത്തെ ആഹാരം ഇവിടുന്ന്. ഇന്നലെ ഇവിടുന്ന് അന്നദാനം മഹാദാനം. അതാണ് ഏറ്റവും വലിയ പുണ്യം ആളുകൾ തന്നെ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പൊ ഒരു ഉള്ള തിന്നുമ്പോ ദൈവമേ എന്ന് വിളിക്കും. അതെന്തിനു മീനായിരുന്നു? മത്തി. അവിടെ മത്തി മാങ്ങ ഇട്ട് പറ്റിച്ചതുണ്ട്, എല്ലാം പറ്റിപ്പോ. പുളിശ്ശേരി ഉണ്ട്, കഞ്ഞിക്കറി ഉണ്ട്. എനിക്ക് മാത്രം അയല വറുത്തതുണ്ട്. പിന്നെ മാങ്ങിട്ടാ മാങ്ങയുണ്ട് അതിനകത്ത്. ഇതാണ് കഞ്ഞിക്കറി. ഉള്ളോപ്പന് മാങ്ങ കിട്ടിയില്ലേ? നല്ല രുചി. പുളിശ്ശേരി ഉണ്ട് ഇന്നലത്തെ. നല്ല അത് അടിപൊളി കഞ്ഞിക്കറി അല്ലേ? അമ്മച്ചമ്മ വെച്ചതാ. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അതിനകത്ത് വെള്ളം വെച്ചാൽ മതി ആ ചോറിനകത്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നായിരുന്നു. അന്ന് തന്നെ കൊണ്ടുവന്ന്, പക്ഷെ ഫിറ്റ് ചെയ്യാൻ അടുത്ത ദിവസമാണ് ആൾ വന്നത്. പിന്നെ ഞാനങ്ങ് ഉറങ്ങി. അപ്പോൾ അമ്മ വന്ന് നിന്ന വാഷിംഗ് മെഷീൻ്റെ വീഡിയോ ഒക്കെ പിന്നെ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ വാഷിംഗ് മെഷീൻ. ബോഷിൻ്റെ ആട്ടോ വാങ്ങിച്ചിട്ടുള്ള. അപ്പം അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ടൈം സെറ്റ് ചെയ്യുന്നത് എല്ലാം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത് എല്ലാം സെറ്റാക്കി തന്നിട്ട് അവർ തിരിച്ചു പോയി. ഗൈസ്, നമ്മളുടെ വാഷിംഗ് മെഷീനൊക്കെ വന്ന് ഞാൻ കിടന്നുറങ്ങി. അല്ല, വാഷിംഗ് മെഷീനൊക്കെ വന്നപ്പോഴേ അമ്മയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ആ സമയം ഞാൻ ഇവിടെ കിടന്നുറങ്ങി. ഇപ്പം ഉറങ്ങി എണീച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം കടയിൽ പോന്നു. ഞാനും അമ്മും കൂടെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം വീട്ടിലേക്ക്. വാഷിംഗ് മെഷീൻ സെറ്റാക്കിക്കൊണ്ട് ഇനിയിപ്പം വാഷിംഗ് മെഷീനിൽ ഒഴിക്കാനുള്ള ലിക്വിഡും സംഭവങ്ങളും പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം ഞങ്ങൾ സുപ്രീമിലോട്ട് പോവാണ് ലിക്വിഡൊക്കെ മേടിക്കാൻ. അപ്പം അമ്മു വന്ന് അപ്പം അമ്മു ജോലി കഴിഞ്ഞ് വന്ന്. അമ്മച്ചമ്മ അപ്പണ്ണനും മീനയൊക്കെ ആയിട്ട് അമ്പലത്തിൽ, അപ്പണ്ണ നാളെ പോകുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇന്ന് അമ്പലത്തിലൊക്കെ പോയി. അപ്പം നമുക്ക് കടയിൽ പോവാം. നമ്മൾ പോവാണ് കവറുമായിട്ടാണ് പോകുന്നത് വലിയ കാരണം നമുക്ക് അവിടുന്ന് കവർ മേടിച്ചാൽ 10-12 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കവറൊക്കെ ആയിട്ട് വേണം പോവാൻ. സുപ്രീമിലായാലും ധന്യയിലായാലും കല്യാണിലായാലും ഇപ്പോൾ ഏതൊരു കടയിലാണെങ്കിലും നമ്മൾ കവറുമായിട്ട് പോകണം. ഇല്ലെങ്കിൽ പൈസ മേടിക്കും അവർ, നമ്മളെ നിന്ന് എടുക്കും. കവറിന് പൈസ എടുക്കും അവർ. അപ്പം നിങ്ങളെല്ലാവരും കവറുമായിട്ട് വേണം പോവാൻ. ഓക്കെ, നമുക്ക് പോവാം. ഒന്ന് വാ അമ്മക്കുട്ടി, എത്ര നേരം കൊണ്ട് നിൽക്കുന്നടേ. ഞാൻ ഒരു ജോലി അസൈൻ ചെയ്യുന്നോട്ടെ. ഓ പിന്നെ അങ്ങനെ നമ്മള് സംഭവം നോക്കി വന്നു. നമ്മൾ നോക്കുന്ന സംഭവം ഇവിടെ ഇല്ലല്ലേ. നമ്മൾ ഏരിയലിന്റെ ലിക്വിഡാണ് നോക്കുന്നത്, അതിവിടെ ഇല്ല. അതോ ഇരിക്കുന്നു ഇവിടെ. അതാണോ ഏരിയലല്ലേ?
അമ്മുകുട്ടിയെ മണ്ടിയാ അവിടെ കെട്ടില് സവാളയാക്കി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഇവിടുന്ന് എടുക്കും. എവിടെ എഴുതി വെച്ചേക്കുന്നത്? എന്നാ എന്തേലും ചെയ്യും. അമ്മ വിളിച്ച് ഞാൻ ഒരു ലേസ് എടുത്തോളാൻ പറഞ്ഞു. നല്ല നോക്കിയിടും, മുഴുത്തത് നോക്കി, മുഴുണ്ട തക്കാളി നോക്കിയിടും. നമ്മൾ ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിപ്പോ ഈ ഐഫോണും വാങ്ങിച്ചു. ഇങ്ങോട്ടൊന്നും ഇടാൻ വരത്തില്ല. ഡോക്ടർ പറഞ്ഞ് ഇങ്ങനത്തെ ഒന്നും മുഖത്തിന് ഉപയോഗിക്കരുതെന്ന്. എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. മേക്കപ്പ് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഫേസ് വാഷ് ഇടാണ്ട ഫൗണ്ടേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കാണുന്ന സ്ട്രോപ്പ് ക്രീംസ് എല്ലാം ഉണ്ട്. ഇതെന്തോന്ന് BB ക്രീം, ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. സ്ലോ ആയിട്ട് ഇറങ്ങണം. നമുക്കുട്ടി ചിറകി പോവും. ഇവിടെ നമ്മൾ വീട്ടിൽ പോവുക അല്ലേ. ഞാനൊരു ഷേക്ക് വാങ്ങിച്ച്, ചോക്ലേറ്റ് ഫ്ലേവർ മിൽക്ക് ഷേക്ക്, ഹർഷീസിൻ്റെ. നമ്മുടെ പണ്ടത്തെ സോയാ മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഒരു ടൈപ്പ് മിൽക്കുണ്ട് സോയാ മിൽക്ക്, അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ടേസ്റ്റ്. വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ദേ വണ്ടി ഇറേ. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിൽ വന്ന് എൻ്റെ പൊന്നമ്മച്ചി പറഞ്ഞ് ലേസ് വാങ്ങിച്ചോളാൻ. മോള് വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞു. എന്റെ കാല് പിടിക്കുന്നു അവിടെ ചെന്നിട്ട്. ഞാൻ കടയിൽ ചെന്ന് വന്നിട്ട് അമ്മച്ചി ഒരു ലേസ് വാങ്ങിച്ചോട്ടെ, ഒരു ലേസ് വാങ്ങിച്ചോട്ടെ അമ്മച്ചി എന്ന് പറഞ്ഞു. ആ വാങ്ങീര് എന്നുള്ളൊരു സ്വരത്തിൽ മൂളി അമ്മ. എന്തോ അമ്മ ഏരിയൽ ഇതിനെക്കാട്ടി വില സർഫ് എക്സലിന്. ഇത് പാട്ടയിലല്ല, കവറില് 605 രൂപ. ഞാൻ പറഞ്ഞ അമ്മു കവറിന്റെ എടുക്കാതെ, അപ്പൊ നീ പറഞ്ഞില്ലേ തൽക്കാലം ഇത് മതിയെന്ന്. സർഫ് എക്സലിന്റെ കുപ്പിക്ക് 250, ഇത് 225. അപ്പൊ ഞാൻ 25 രൂപ കുറഞ്ഞത് മേടിച്ചു. അമ്മ തൽക്കാലം നമുക്കിപ്പോ ഇത് ഉപയോഗിക്കാം, നമുക്ക് അടുത്ത മാസം തൊട്ട് മേടിക്കാം. അതേ ഉള്ളു. മറ്റേനൊക്കെ 200. അങ്ങനെ വിലയായില്ലേ. എനിക്കിപ്പോ പൈസ സോപ്പിൽ കഴിവാൻ വയ്യല്ലേ. സോപ്പിൽ കഴിവുന്നതല്ലേ, നമ്മള് വാഷിംഗ് മെഷീൻ മേടിച്ചെന്തിനാ? ഗൈസ് ദാണ്ട് ഇവിടെ മീനായും അപ്പുവാണേ വന്നു. അപ്പുണ്ണ ഗൈസ് അപ്പുണ്ണ പോവാണേ. മീന ഹായ്. എവിടെ പോയിരുന്നു? അമ്മ തോന്നിയിരിക്കുന്നു. നാളെ അപ്പുണ്ണ പോയി നിന്നെ കരയും. നാളെ നമ്മള് പോവല്ല, നാളെ കരയാ. അത് പറയല, അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും അപ്പൊ മോന് സങ്കടമില്ലേ? നാളെ കാണാനല്ലേ. അപ്പു അമ്മു കോമ്പോ. കുശിമ്പേടി കുശിമ്പേടി പോടി കുശിമ്പി. കിച്ചു അമ്മു മീനായും കോമ്പോ, അമ്മു അപ്പു കോമ്പോ. കോമ്പോ വേണ്ട, ഇല്ലാത്തല്ല. നമ്മള് ഏകദേശം സെയിം കളറാ. കണ്ണ് തൊടയടി. ടാറ്റാ. സിയ. ടാറ്റാ. നീയും പോവാന്നോ? രാവിലെ എത്തണോ ചിറ്റാങ്ങ്?
ഇത് ഞാൻ എന്റെ ഫോണിൽ എടുക്കാണ്. മുത്ത് കരയുന്നത് എടുക്കാൻ. മീനാക്ഷി പോകുന്നെന്ന് പറഞ്ഞ കാര്യം ഇതിനക്കളെ കരയുന്ന മുത്ത് സ്ക്രൈം. അപ്പോണം പോകുന്നതിന് ഞാൻ പോകുന്നതിനും ഒക്കെ മുത്ത് കരയുക. നമുക്കിന്ന് വീട്ടിൽ പോവാം. ഡ്രസ് എടുത്തില്ലേ? പപ്പ നെല്ലിക്ക കൊണ്ടുവന്ന് ചീമ നെല്ലിക്ക. അടിപൊളിയല്ലേ? സൂപ്പർ സാധനം. പപ്പക്കറിയാം ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനം ഹരവാന്ന്. കൊള്ളാല്ലേ? നല്ല ഉപ്പൊക്കെ പിടിച്ച് സെറ്റ്. അടിപൊളി സാധനം. ഞാൻ നാളെ പോവാളെ. ഇളവി കിടക്കല്ലേ? ഞങ്ങൾ പ്ലാൻ ചെയ്യാതെ ഞങ്ങളും കൂടെ പോവുക ഇവരെ കൂടെ. നല്ല നെല്ലിക്ക അല്ലേ? ഇത് എവിടുന്ന് മേടിച്ച്? അതെ എവിടുന്നാന്ന? നമ്മള് മരണ്ടേ പോവാണ്. അമ്മ പോയിട്ട് വരാ. നമ്മൾ എവിടെ പോന്നു മീന? മാടന്നട. എന്റെ മോനാണിത്. നമ്മൾ ഇവളുടെ കൂടെ മാടന്നട പോകാനായിട്ട് ഇന്നത്തെ രാത്രി സ്പെൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഞാനുണ്ട്, അമ്മുണ്ട്, പിള്ളോപ്പനും ഉണ്ട്. അമ്മയും അമ്മച്ചമ്മയും നാളെ വരും. അപ്പൊ നമുക്ക് പോവാം. കടയിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇന്നിനിയിപ്പോ ഇവിടെ ആയിരുന്നു സ്റ്റേ. നാളെ പോത്തോളായിരിക്കും. പിന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് ബൈ ബൈ, സീ യു.